പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞു, മേലൊഴുക്കുകൾ നിന്നു. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടെ എന്ന പോലെ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, യഹോവഭക്തനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വാഗ്ദത്തത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ളതായ അവസ്ഥയാണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന അനുഭവം. ഈ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യുവാൻ തക്കവണ്ണം പലപ്പോഴും ഭ്രമിച്ചും കഴിയുകയില്ല എന്നുള്ള ഭാവത്തിൽ അറച്ചും വിറച്ചും നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിധൈര്യത്തോടെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിയല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ച ഭക്തന് മതിൽ ചാടിക്കിടക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ദൈവം അതവനെ സാധ്യമാക്കുമാറാക്കി. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യോർദാനെ കണ്ട് തെല്ലുപോലും ഭയപ്പെടേണ്ട, അതിൻ്റെ ഓളങ്ങളെ കണ്ട് നമ്മൾ ഭ്രമിക്കേണ്ട. പരിശുദ്ധനായവൻ നമ്മെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകുകയാണ്. ഈ യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. അനായാസേന നമ്മൾ അപ്പുറം കടക്കും, വാഗ്ദത്തം പ്രാപിക്കും. ആമേൻ.